കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തമുണ്ടായിരിക്കുന്നു. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. കണ്ണനായർ ചേരുന്നുണ്ട്. കണ്ടെയ്നറിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് നേരത്തെ തന്നെ അറിയിപ്പുകൾ ഉണ്ടായിരുന്നതാണ്. എന്താണ് സംഭവിച്ചത്? കാലിയായ കണ്ടെയ്നറായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇന്ന് ഈ ശക്തികുളങ്ങര ഭാഗത്ത് അവിടെ അതിൻ്റെ കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്ന ഒരു പ്രവൃത്തി നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു വലിയ തീപിടുത്തം ഉണ്ടായത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ കണ്ടെയ്നറാണ് പൂർണ്ണമായും കത്തി അമർന്നത്. 12 മണിക്ക് ശേഷമാണ്, 12 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാർ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് കണ്ടെയ്നർ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. അതായത് കണ്ടെയ്നറിൻ്റെ 2 ഭാഗങ്ങൾ, പുറംപാളിയും അകമ്പാളിയും ഉണ്ട്. അതിൻ്റെ അകമ്പാളിയിലാണ് ഇത്തരത്തിലുള്ള ഈ സ്പോഞ്ച് രൂപത്തിലുള്ള ഒരു കവചം. ആ കവചമാണ് പൂർണ്ണമായും കത്തിയത്. നമുക്കിപ്പോൾ ഈ കാണുന്നത് പോലെയുള്ള ആ കവചം പൂർണ്ണമായും കത്തിയമരുകയായിരുന്നു. ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഇത് മുറിച്ചു മാറ്റുന്ന ഒരു പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടത്. ആ സമയത്ത് തീപ്പൊരി പടർന്നു. തീപ്പൊരി പടർന്ന സമയത്ത് ശക്തമായ കാറ്റ്, ഇപ്പോൾ നമുക്ക് കടലിൽ നിന്ന് ശക്തമായിട്ടുള്ള കാറ്റ് ഇവിടേക്ക് വീശുന്നുണ്ട്. അങ്ങനെ കാറ്റ് വീശിയത് മൂലം തീപ്പൊരി പടർന്ന് പിടിക്കുകയായിരുന്നു. നമുക്ക് ആ കണ്ടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് കത്തി അമർന്നതിൻ്റെ ബാക്കി പത്രം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടുകാരുണ്ടായിരുന്നു, മറ്റ് എല്ലാ സിവിൽ ഡിഫൻസിൻ്റെ ഈ അഗ്നിശമന സേനയുടെ സിവിൽ ഡിഫൻസ് ടീം അടക്കം ഉണ്ടായിരുന്നു. അവരാദ്യം ഇത് അണയ്ക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തി. പക്ഷേ അത് അണയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ 5 യൂണിറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആ തീ അണയ്ക്കാൻ സാധിച്ചത്. അതിപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദ്യ കൗൺസിലർ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തി കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ കണ്ടെയ്നർ ഇവിടെ നിന്ന് കണ്ടെയ്നറിൻ്റെ ബാക്കി ഭാഗങ്ങൾ മാറ്റുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കണ്ടെയ്നർ എടുത്ത് ഈ ഒരു വലിയ ലോറിയിൽ കയറ്റി കൊല്ലം പോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ സംയോജിതമായ ഇടപെടൽ മൂലം ആ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണോ? തീർച്ചയായും. പിന്നെ മാത്രമല്ല, ഞങ്ങളുടെ വാഹനം ഇവിടെ ഉണ്ട്, വാഹനവും ക്രൂ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. ഈ വർദ്ധിച്ചതുപോലുള്ള കാറ്റാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള ബിൽഡിംഗ് നടത്തുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡാവും. എന്തായിരിക്കും തീ പിടിക്കാൻ കാര്യം? അതിനകത്ത് ഇതൊരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ഒരു ശീതീകരണ സംവിധാനമാണ്. അപ്പോൾ നമ്മൾ ഈ തറയിൽ കിടക്കുന്ന ഇത് കണ്ടില്ല, ഈ പാർട്സ് അതിനിടയിലുണ്ടല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന സാധനമാണ്. അതാണ് എൻ്റെ കട്ട് ചെയ്തതിനകത്ത് പറ്റിയ പോരായ്മയാണ്. എന്താ കട്ടിങ് എന്നുള്ള നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നില്ല. ഇന്ധനം എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഈ പോകുമ്പോൾ ചെറിയ തീ വീണാൽ പോലും കത്തും. അത് നമ്മൾ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനം പോലെ അത് കവർ ചെയ്താണ് ശീതീകരിച്ച കണ്ടെയ്നർ ഇതല്ല. അപ്പോൾ അതങ്ങനെ വരുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായാൽ പോലും തീ പിടിച്ച് കാറ്റുകൊണ്ട് പുകഞ്ഞ് കത്തും. അതായത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒരു കവചം, അതായത് ഒരു സ്പോഞ്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ഒരു കവചം ഈ 2 പാളുകൾക്ക് ഇടയിലുണ്ട്. ആ ഇതിലേക്കാണ് തീ പടർന്നത്. അല്ലാതെ ഇന്ധനമോ രാസവസ്തുക്കളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഇതന്നെയായാലും ഇനിയിപ്പോൾ നേരത്തെ സിവിൽ ഡിഫൻസിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കരാർ ഏറ്റെടുത്ത വാട്ടർ ലൈൻ കമ്പനിയുടെ MD ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണോ? അതെ, ഇപ്പം യാതൊരു തരത്തിലുള്ള ഒരു ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം ആദ്യം പോലെ തന്നെ ഉണ്ടായിട്ടില്ല. ഒരു അവസാന ഘട്ടത്തിലോട്ടായിരുന്നു അതിൻ്റെ ഒരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ വിൻഡിൻ്റെ ഓപ്പോസിറ്റ് വിൻഡായിരുന്നു നമുക്ക് സ്ട്രഗിളായിട്ട് വന്നത്. അപ്പോൾ അത് ഫോമിലോട്ട് പടരുകയാണ് ചെയ്തത്. പക്ഷേ ഉടൻ തന്നെ അത് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫയർഫോഴ്സിൻ്റെ ഫയർ എഞ്ചിൻ്റെ സഹായത്തോടെ ഉടൻ തന്നെ അവർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുകയുണ്ടായി. അപ്പം പിന്നെ എല്ലാവർക്കും ഒരു ഭയാനകം രാസവസ്തു ഉണ്ടോ, അങ്ങനെ ഒരു തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചോദിക്കാം, എന്നത്തേക്ക് ഇവിടെ നിന്നുള്ള കണ്ടെയ്നർ പൂർണ്ണമായി മാറ്റാൻ സാധിക്കും? നാളേക്കകം ഇവിടെ നിന്നുള്ള കണ്ടെയ്നറും മാക്സിമം ചെയ്യാനുള്ള സ്പീഡിലായിരുന്നു വർക്ക് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം 2 ട്രെയിലർ തന്നെ വന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് നടന്നതുകൊണ്ട് അപ്പം നമുക്കൊരു ചെറിയൊരു ഡിലേ വന്നു. ഉടൻ തന്നെ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ വാട്ടർ ലൈൻ കമ്പനിയുടെ MDയുടെ വാക്കുകളാണ്. കണ്ണനായരാണ് വിവരങ്ങൾ കൊല്ലത്ത് നിന്ന് നൽകിയത്. കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം ഉണ്ടായി. തീ നിയന്ത്രണ വിധേയമാണ്.